തടിയന്റെ അവിടെ നസീർ പറഞ്ഞോ എന്ന് മാതൃഭൂമിയോ മനോരമയോ പറഞ്ഞാൽ പിന്നെ ചോദ്യമില്ല, വിശ്വസിച്ചു കൊള്ളണം. ഇതൊക്കെ ഒരു തമാശ കേൾക്കണം. 2 ആഴ്ച മുമ്പ് കോഴിക്കോട്ട് നിന്ന് ഇറങ്ങിയ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എടുത്ത് മറിച്ചു നോക്കുമ്പോ അതിൽ മൗദൂദിയുടെയും ബന്നയുടെയും കുത്തുബിന്റെയും ഫോട്ടോ. പഠിച്ചോ, ഇതെന്താ എക്സ്പ്രസിൽ ഇവര് എന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് തടിയന്റെ അവിടെ നസീർ മൗദൂദിക്കെതിരെയും മൊഴി നൽകിയിരിക്കുന്നു, ബന്നക്കെതിരെ മൊഴി നൽകിയിരിക്കുന്നു, കുത്തുബിനെതിരെ മൊഴി നൽകിയിരിക്കുന്നു. ഇനി എന്താ അടുത്ത ആഴ്ച നടക്കാൻ പോവാന്നറിയോ? ഇവരുടെ കുഴിമാടം പരിശോധിക്കുവാൻ തച്ചങ്കരി പോണോ വിനോദ് കുമാർ പോണോ എന്ന് രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ കടകട ടിവിയിൽ വന്ന് ബഹളം വെക്കുന്നതാണ് എനിക്ക് കാണാൻ പോകുന്നത്. വഷളത്തരം. അപ്പൊ ഞാൻ പറഞ്ഞു വരും, തടിയന്റെ ഇവിടെ നസീർ ആരാണ് ഇയാൾ? ഇർഷാദ് അലിയുടെ കത്തിൽ എന്തെല്ലാം പറഞ്ഞു, അതിന്റെ എല്ലാ ലക്ഷണങ്ങളുമൊത്ത, അതിന്റെ എല്ലാ സൂചനകളുമൊത്ത, അതിന്റെ എല്ലാ കുറിമാനങ്ങളുമുള്ള ഒരാളായിരുന്നു തടിയന്റെ ഇവിടെ നസീർ എന്ന സംശയം ഉന്നയിക്കുകയാണെങ്കിൽ അതിന് മറുപടി പറയാൻ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, ഇന്റലിജൻസ്, മാധ്യമപ്രവർത്തകർ സന്നദ്ധമാകണം. എന്തുകൊണ്ട് ഇത്രയും കാലം ദക്ഷിണേന്ത്യ കമാൻഡർ, ഈ ഒരു കമാൻഡർ ഈ കൊലുന്നനുള്ളൊരു സാധനമാണ്. ഈ ഒരു ദക്ഷിണേന്ത്യ കമാൻഡർ ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ തേരാപേര നടന്നിട്ട് മൂപ്പര് ബന്ധപ്പെടാത്ത ആളില്ല. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ എന്തുകൊണ്ട് പിടിച്ചില്ല? ഒരിക്കൽ പിടിച്ചു എന്നാണ് പറയുന്നത്. നസീറിന്റെ അമ്മായി, ഭാര്യയുടെ അമ്മ നമ്മളോട് പറയുന്നതാണ്, 500 പോലീസുകാരെ ഒന്ന് പിടിച്ചു. എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് പോലീസിനെ വന്ന് പറയാം, ഓൻ പോയിട്ടോ. എന്താവൂലേ? 500 പോലീസുകാർ ഒരാളെ വളഞ്ഞിട്ട് പിടിച്ചിട്ടോ പോവാന്ന് പറഞ്ഞാൽ അവൻ പോകേണ്ടിടത്താണ് പോയത്. അവൻ എവിടെയാണോ പോകണം എന്ന് ഇന്റലിജൻസ് ഉദ്ദേശിക്കുന്നത് അവിടത്തേക്കാണ് പോയത്. ഈ സ്വഭാവത്തിൽ മുസ്ലിം സമൂഹത്തിൽ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുവാൻ, നാട്ടിൽ ഛിദ്രതയുണ്ടാക്കുവാൻ, ഭീകര പ്രവർത്തനങ്ങൾ നടത്തുവാൻ, ആക്രമണങ്ങൾ സംഘടിപ്പിക്കുവാൻ, ക്രിമിനലുകളെയും ദേശദ്രോഹികളെയും വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ ആരാണ്, വ്യക്തികൾ ആരാണ്, ഗ്രൂപ്പുകൾ ആരാണ് എന്ന് വെളിച്ചത്ത് വരേണ്ടതുണ്ട്. ഒരുപാട് താല്പര്യങ്ങൾ ഇങ്ങനെ ഒത്തുവരികയാണ്. ഒരുപാട് താല്പര്യം. CIAക്ക് അവരുടേതായ താല്പര്യം ഉണ്ടാവും. CIAയുടെ താല്പര്യം എന്നൊക്കെ ഞാൻ വെറുതെ ഒരു പ്രസംഗ സുഖത്തിന് വേണ്ടി പറയില്ല. കഴിഞ്ഞ ഏതാനും ഒരു മാസത്തോളം എന്താണ് ദേശീയ മാധ്യമങ്ങളിലെ ചർച്ച നിങ്ങൾ നോക്കിയിട്ടില്ലേ? ഹെഡ്ലി, റിച്ചാർഡ് കോൾമൻ ഹെഡ്ലി അപസർപ്പക സ്വഭാവത്തിൽ ആണ് കഥകൾ വരുന്നത്. ഈ ഹെഡ്ലി ആദ്യം പറഞ്ഞത് ലഷ്കർ ഏജന്റ് ആണെന്നാണ്, പിന്നെ പറഞ്ഞു FBI-യുടെ ഏജന്റാണ്. കസബ് കോടതിയിൽ പറയുന്നത് ഈ FBI സംഘത്തിൽ നിന്ന് എന്നെ ചോദ്യം ചെയ്യാൻ വന്നവരിൽ ഈ ഹെഡ്ലി ഉണ്ടെന്നാണ് കസബ് പറയുന്നത്. ഹെഡ്ലിയുടെ യാത്രാരേഖകൾ പരിശോധിക്കുമ്പോൾ അയാൾ ഇവിടെ വന്നതിന് ശേഷം പാകിസ്ഥാനിലേക്കാണ് പോകുന്നത്. നേരത്തെ അമീർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയെ തകർക്കുക എന്നത് CIA-യുടെ ലക്ഷ്യമാണ്, ഇന്ത്യയെ തകർക്കുക എന്നുള്ളത് പാകിസ്ഥാന്റെ ലക്ഷ്യമാണ്. ഇന്ത്യയിൽ കലാപങ്ങൾ സൃഷ്ടിക്കുക, മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുക എന്നത് സംഘ് പരിവാറിന്റെ താല്പര്യമാണ്. ഈ താല്പര്യങ്ങൾ എല്ലാം ഒരു പോയിന്റിൽ ഒത്തുചേരുന്നു. ആ ഒത്തുചേരുന്ന സന്ദർഭത്തിലാണ് സ്ഫോടനങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ താല്പര്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമൂഹത്തിൽ നേരത്തെ ഇർഷാദ് അലിയുടെ കത്തിൽ പറഞ്ഞതുപോലെ പിരികയറ്റുന്ന മൗലാനമാരെ വേണം, പിരികയറ്റുന്ന മൗലാനമാരെ വേണം, ഇഞ്ചക്ഷൻ കൊടുക്കുന്ന മൗലാനമാരെ വേണം. അബ്ദുൽ നാസർ മഅ്ദനി ജയിലിൽ നിന്ന് വന്നാൽ അങ്ങനെ ഒരാളാകും എന്നവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം. പക്ഷെ അത് സംഭവിച്ചില്ല. അദ്ദേഹം തന്റെ ഭൂതകാലത്തെ തന്നെ തള്ളിപ്പറഞ്ഞു. ഭൂതകാലത്തെ അതിവാദങ്ങളെ അദ്ദേഹം തള്ളിപ്പറഞ്ഞു. രാഷ്ട്രീയ ലൈനിലേക്ക് ഈ ബഹുസ്വര സമൂഹത്തിന്റെ പ്രത്യേകതകളെ മനസ്സിലാക്കി വ്യത്യസ്തമായ ഒരു ലൈനിലേക്ക് ഞാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. അപ്പോഴതാ വരുന്നു തടിയന്റെ അവിടെ നസീർ. മൊയ്യിലുള്ളതാണ്, നസീറിന്റെ മൊയ്യിലുള്ളത് എന്നും
മാതൃഭൂമി തന്നെ നമ്മളോട് പറഞ്ഞതാണ്, ജനാധിപത്യ മാർഗം ഉപേക്ഷിക്കണം എന്ന് മഅ്ദനിയെ ഉപദേശിക്കാനാണ് ഇവർ വരുന്നത്. സാമാന്യ ബുദ്ധിയുള്ളവർ ആലോചിച്ചോ, എന്താണ് ഈ നാടകങ്ങൾ, ഈ നാടകങ്ങളുടെ പിന്നാമ്പുറ കഥകൾ? അങ്ങനെയാണ് മഅ്ദനിയെ തങ്ങൾ ഉദ്ദേശിച്ച നിലക്ക് കിട്ടുകയില്ല എന്ന് കണ്ടപ്പോ, അതേസമയം കേരളം ഇപ്പറയുന്ന ഉത്തരേന്ത്യയിലുള്ള അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു സംസ്ഥാനമാണ്, ഇവിടെയും അലമ്പുണ്ടാക്കണം, ഇവിടെയും കുഴപ്പമുണ്ടാക്കണം എന്നുള്ള ഒരു താല്പര്യം കൂടി ഒത്തുവന്നപ്പോ നമ്മളുടെ നാട്ടിൽ ഭീകരമായ കഥകൾ പ്രചരിപ്പിക്കുവാനുള്ള ഒരു സന്ദർഭം എന്നുള്ള നിലയിൽ പൊടുന്നനെ തടിയന്റെ ഇവിടെ നസീറും അബ്ദുൽ നാസർ മഅ്ദനിയും സൂഫിയ മഅ്ദനിയും രംഗത്ത് വരുന്നത്. ഇത്രയും കാലത്ത് ഭീകരാക്രമണങ്ങൾ, ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണങ്ങൾക്ക് ശേഷവും ഒരു വനിതാ ഭീകരവാദി എന്നുള്ള നിലയ്ക്ക് ദേശീയ തലത്തിൽ നിലനിന്ന ഇമേജ് സ്വാതി പ്രജ്ഞാ സിംഗിന്റേതായിരുന്നു. സ്വാതി പ്രജ്ഞാ സിംഗിനെ അറിയുമോ നിങ്ങൾക്ക്? മലേഗാവിലെ ഖബറിസ്ഥാനിലും പള്ളിയിലും ബോംബ് വെച്ച് കുട്ടികളടക്കമുള്ള ആളുകളെ കൊലക്ക് കൊടുത്ത ആ ഭീകര സന്യാസിനി, ആ സന്യാസിനിയുടെ ഇമേജ് ആയിരുന്നു ഒരു വനിതാ ഭീകരവാദി എന്നുള്ള നിലയ്ക്ക് ദേശീയ തലത്തിൽ മീഡിയകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. ആ ഇമേജിനെ മറികടക്കുന്ന സ്വഭാവത്തിൽ ഒരു പർദാ ഭീകരവാദിയെ സൃഷ്ടിക്കുക എന്ന മനഃശാസ്ത്രപരമായ, മാധ്യമതന്ത്രപരമായ, പ്രചരണപരമായ ഒരു ഘടകം കൂടി സൂഫിയ മദനി നാടകങ്ങൾ സൃഷ്ടിക്കുന്നതിന് പിന്നിലുണ്ടായിരുന്നു. ഒരുപാട് താല്പര്യങ്ങളും ഒരുപാട് ഘടകങ്ങളും ഒത്തുവരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിന്റെ ഈ അവസ്ഥ. കേരളം ഇങ്ങനെയായാൽ പറ്റൂല എന്നാലോചിക്കുന്ന ആളുകൾ സംഘ് പരിവാറിലുണ്ട്, ഇന്റലിജൻസ് ബ്യൂറോയിലുണ്ട്, മൊസാദിലുണ്ട്, ISIയിലുണ്ട്. അതിനെ തകർക്കുക